കളിക്ക മൂക്കിടാ. ഇത് നമ്മൾ പുതിയ പട്ടിയാ. എങ്ങോട്ടാ ഈ പന്നിയെ കൊണ്ട്? പന്നിയൊന്നുമല്ല, പട്ടിയാ. കണ്ണുണ്ടൂടെ? ഞാൻ പട്ടിയോടാ ചോദിച്ചത്. ഭാര്യയാണെന്ന് പറഞ്ഞ എന്തും പറയാനൊന്നും വിചാരിക്കണ്ട. അത് ശരി. ഈ പട്ടി ഉൾപ്പെടെ പലരുടെയും ധാരണ താൻ എന്റെ ഭർത്താവും ഞാൻ തന്റെ ഭാര്യയാണ്. കേട്ടോടാ, ഞാനാ ഭർത്താവ്. ഇവരുടെ പെരുമാറ്റം കേട്ട് തെറ്റിദ്ധരിക്കണ്ട. കിണിക്കൊന്നും വേണ്ട, അല്ലാണ്ട് ജോലി നോക്കിയാൽ മതി. വലിയ തമാശ കേട്ടതുപോലെ. കണക്കെട്ടി പറ്റി. എന്താ ചെല്ലപ്പ ഒരു ചിരി? ഹരി വന്നില്ലല്ലേ? ഇല്ല, ബോംബെയിൽ ഒരാഴ്ചത്തെ കൂടെ പണിയുണ്ട്. ഞാൻ മേനടത്തുനിന്ന് കാണാൻ വന്നതാ. അദ്ദേഹം ഇല്ലേ? അദ്ദേഹം പുറത്തു പോയിരിക്കാ. ഓ സാരമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അയ്യോ വേണ്ട, അദ്ദേഹം ഗുരുവായൂർ ശബരിമല അല്ല ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കാ. അയ്യോ അങ്ങനെയാ. അപ്പോ ഇന്നിന് വരില്ല? നാളെ വരൂ. എന്നാലൊരു കാര്യം ചെയ്യാം, ഞാൻ നാളെ വരാം. നാളെ വരുമോ? ഓ പിന്നെ നാളെ വരാതിരിക്കാൻ പറ്റുമോ? കിളവന് തുപ്പാങ്ങേണ്ട ഒരു സമയം. ബാക്കിയുള്ളവനെ തൊലച്ചിട്ടേ ഇയാൾ ഈ ലോകം വിടുകൊള്ളായിരിക്കും. ചെല്ലപ്പാ നീ ഓടിക്കോ, ഇവിടെ നിന്ന് അതിന്റെ ശവം പോലും ബാക്കി കിട്ടുകയല്ല. കാര്യം പറ. നിനക്ക് അച്ഛനുണ്ട്, സംഭവിച്ചു. ഇപ്പൊ എന്താ പ്രശ്നം? മരിച്ചു. ഇപ്പൊ ആള് വന്നിരുന്നു. എനിക്ക് മുതലാളി 1000 രൂപ തരണം. ഞാൻ ജോലി ചെയ്ത് തീർത്തോളാം. നീ വിഷമിക്കാതെ. നീ ഒരു മോനിലേ ഉള്ളൂ. അപ്പൊ വേഗം ചെല്ലുക, ഇല്ലേ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവും. ഞാൻ പോയാലും കുഴപ്പമാകാനുള്ളതെല്ലാം കുഴപ്പമാവും. 1000 രൂപ. എടാ കഴിവരുടെ മോനെ, ഇങ്ങനെ കച്ചവടം നടത്തിയാൽ മഹാഭാവം കിട്ടടാ. ഒരല്പം ഭാവം കിട്ടാത്ത ജീവിതം എന്ത് ജീവിതമാശാനെ. മന്ത്രിസഭ മാറുന്നതിനേക്കാൾ സ്പീഡിലാ സാധനങ്ങളുടെ വില വരുന്നത്. എന്നാൽ അതനുസരിച്ച് പശുവിന്റെ പാല് വിടുവോ? അതുമില്ല. ജീവിക്കാൻ പിന്നെ എന്ത് ചെയ്യും? അത് പോട്ടെ, ആശാൻ പറഞ്ഞത് എന്താ? പ്രേമല്ലേ? നീ എങ്ങനെ പച്ചയ്ക്ക് ചോദിക്കാതെ എനിക്കൊരു ഇത്. ഏത്? ഞാൻ ഏറ്റു. പിന്നെ കമ്മീഷൻ ഇല്ലാത്ത പരിപാടി ഇല്ല. ഓക്കെ. പുള്ളിക്കാരത്തേക്ക് ജോലിയൊക്കെ കിട്ടിയാൽ ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? ഇതാണ് കാര്യം പറയാൻ കറക്റ്റ് സമയം. നാളെ കാര്യം പറയുന്നു, സമ്മതം മേടിക്കുന്നു, പിന്നെ കല്യാണം. ചേച്ചിയേ ഒന്ന് നില്ല്. ജോലി കിട്ടിന്ന് കേട്ടു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം തന്നാ കമ്മീഷൻ തരണം. എന്താണെന്ന് പറയൂ. ഒരു ജോലിയായി താമസിക്കാൻ ഒരു വീടുണ്ട്. ഒരു പെണ്ണിനെ എന്താ വേണ്ടത്? എന്താ? ഒരു ചെറുക്കൻ അല്ലേ? ഓ അതെ അതെ, ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. നീ തന്നെ ആയിരിക്കും. ഓ അതിനുള്ള ഭാഗ്യമൊന്നും നമുക്കില്ലേ? വേറെ ആരാ? ഏതായാലും ആശാനും ചേച്ചിയും ഭാര്യ ഭർത്താവായി താമസിക്കുന്നുണ്ട്. എന്നാ പിന്നെ അവർക്ക് നടത്തിക്കൂടെ? എനിക്ക് കല്യാണം ആലോചിക്കാൻ നീ ആരടാ? കമ്മീഷൻ കിട്ടുമെന്ന് കരുതിയാ. തരാടാ. അതെ, നമ്മുടെ പേരും നാണൊക്കെ ഒന്നാണേ. അതുകൊണ്ട് പറയാ, തെറ്റിദ്ധരിക്കരുത്. ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചേരണേ. രാമുണ്ണി മേനോന്റെ ഏക മോള, അടിച്ചാൽ ലോട്ടറിയാ. ഹോട്ടൽ പങ്കജിലേക്കുള്ള ഓർഡറാണ് 50 ടീസെറ്റ്സിന്. ആ ഈ ഫയൽ വെച്ചേക്കൂ, നാളെ നോക്കാം. അയ്യോ മണി 5 നമുക്ക് പോവാം. രേവതി വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അധികം ദൂരമൊന്നുമില്ലല്ലോ. അയ്യോ അത് പറ്റില്ല. ഒന്നാമത് രേവതിക്ക് ഇവിടെ ജോലി എന്ന് തന്നെ തെറ്റാണ്. പിന്നെ നടന്നു പോകാൻ അനുവദിക്കുന്ന അതിലും വലിയ തെറ്റാണ്. Come on, I'll drop you. No, come.
See you. See you. Bye. Bye. Bye bye. Bye bye. Bye bye. Bye. പറ്റുള്ളൂ. രേവതി പോയിട്ട് ഞാൻ പോകുന്നുള്ളൂ. അതെന്താ? അത്രയും നേരം കൂടെ കണ്ടോണ്ടിരിക്കാമല്ലോ. Bye. Bye bye. Bye bye. എന്താ ഇടിയും മിന്നലും പേടിയാ? എനിക്കാരെയും പേടിയില്ല. എന്റെ മുറി ചോരുന്നു. കൂടുതൽ കിന്നാരൊന്നും ചോദിക്കണ്ട. ഞാൻ കിടക്കാൻ പോന്നു. ഹലോ രേവതി, ഒറ്റയ്ക്ക് ഇവിടെ? ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുത്തു വെച്ച് നിൽക്കുക. ആർട്ട് ഫിലിം ആണെന്ന് തോന്നുന്നു. ആരെയും കാണാനില്ല. ഷോ തുടങ്ങാറായി. അല്ല ഞാൻ വരൂ. ചെല്ലണം. വരൂ പ്ലീസ്. ഹലോ, പടം ദേ അവിടാണ്, ഇവിടെ അല്ല. അറിയാം, പെണ്ണുങ്ങളുടെ മേത്തോടായിരുന്നു ഇവിടെ. ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് എനിക്കറിയാം. ഇതെന്റെ സഹോദരിയാണ്. ഓ, അങ്ങനെയാണെങ്കിലേ ഇത് എന്റെ ഭാര്യയാണ്. അയ്യാ, കണ്ടാലും തോന്നും. ഒരു കുരങ്ങനെ കൂടെ കൊണ്ടുവരുന്നത്, ബാക്കിയെല്ലാം കയ്യിലുണ്ടല്ലോ. തറ ടിക്കറ്റ് പാർട്ടിയൊക്കെ ബാൽക്കണി കയറി വന്ന ഇങ്ങനെ തോന്നും. തന്റെ ഉപദേശം എനിക്ക് വേണ്ട. അല്ല, ഉപദേശിച്ചാ താൻ എന്താ ചെയ്യും? പോയി താഴെ എങ്ങനെ ഇരടാ. പിന്നെ അയ്യാ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂലേ? താൻ പോവാ. കെട്ടി ഇറങ്ങി പോടാന്നാ. വെളി ഇറങ്ങട്ടെ ഏട്ടാ, കാണിച്ചു തരാം. തനിച്ചിരുന്ന് കണ്ടോ? വേണ്ട, അവിടെ ഇരുന്ന് മുഴിക്കാൻ കണ്ടിട്ട് പോയാൽ മതി. നീ പിച്ചാത്തി വാങ്ങിച്ചോണ്ട് വരുന്നില്ലയോ? അബദ്ധം കാണിക്കുന്നത്. ഇനി ഞാൻ അവനെ അവളുടെ കൂടെ കണ്ടാൽ ആ നിമിഷം കുത്തി മലത്തും. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ. നീ വാങ്ങിച്ചോണ്ട് വന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. പോടാ. ഇത് വല്ലതും നടക്കുന്ന ലക്ഷണമാ. നടക്കും എന്ന കാര്യം 3.5 തരവാ. ഇനി അവൻ രേവതിയെ ഉപദ്രവിക്കാൻ വന്നാൽ എന്റെ തനി സ്വഭാവം ഞാൻ കാണിക്കും. ഗോപാലകൃഷ്ണൻ പെശകാണ്, അവൻ അറിഞ്ഞൂടാ. എന്റെ കണ്ണി കണ്ണ അവന്റെ കഷ്ടകാലമാണ്. സാരില്ല, അത്ര കാര്യമൊക്കെ ഉണ്ട് ഗോപു. രേവതി അത് പറയരുത്. രേവതിയെ വേറിട്ട് നോക്കുന്ന പോലും എനിക്ക് സഹിക്കില്ല. ഞാൻ അവരെ കൊല്ലും. സൊള്ളലായിരിക്കും. ഇത് പിടിച്ചേ.
നീ ആരാടാ പുല്ല് അത് അന്വേഷിക്കാൻ? അന്വേഷിച്ച നീ എന്തോ ചെയ്യണം? നിന്റെ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. ആ പിന്നെ ദേഹത്ത് തൊട്ട് നോക്ക്. തൊട്ടാ എന്താ ചെയ്യടാ? തൊട്ട് നോക്ക്. നീ തൊട. ആദ്യം നീ തൊട. തൊടറാ. തൊടറാ. എടാ ചൊറയണ്ട തൊടറാ. തൊട്ടു. ആഴ്ചന്റെ ഗ്യോപ്യം ദേഹത്ത് തൊടുമ്പോ അറിയാം. ചോളയാണേ തൊറ. ആ നീ എന്തോ ചെയ്യും? രണ്ടുപേർക്കും വാചകമേ ഉള്ളൂ, തല്ലാൻ പേടിയാ. തൊട്ടോക്കടാ. എന്റെ ഒരു ഹാർമോൺ എന്റെ ഹാർമോണിയം തൊട്ട് അടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. ഞാൻ തൊടും. അടിച്ച് അസ്ഥിരയാണ് വരൂ ഗോപു, എന്നെ ഇഷ്ടം പോലെ വരാനല്ലേ പറഞ്ഞത്? വരൂ. അടിച്ച് വെറുതെ വഴക്കുണ്ടാക്കണ്ട, വരാനല്ലേ പറഞ്ഞത്? രേവതി പറഞ്ഞോണ്ട് അല്ലെങ്കിൽ എന്ത് ഇത് ഗോപു, വെറുതെ. രേവതിക്ക് അറിഞ്ഞൂടാ. എങ്ങോട്ടാ? ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചാ. എന്നിട്ടാണോ കൈയും വീശി പോകുന്നത്? വാക്കിംഗ് സ്റ്റിക്ക് കൂടെ എടുത്തോളണം. ഓ ആ വാക്കിംഗ് സ്റ്റിക്ക് കൂടെ എടുത്തോളാൻ. ഓ ഓ ദേ ഇതേ പാടവും പുഴക്കടവും അല്ല, സിറ്റിയാണ്. ഇവിടെ നടക്കുന്നതിനെ ഒരു സ്റ്റൈലൊക്കെ വേണം. ഓ എവിടെയാ കുന്ത്രാണ്ടം? അവിടെ എങ്ങാനും കാണും. ആവശ്യമുള്ളവരെ അന്വേഷിച്ചെടുത്തോളണം. See you. See you, Gobu. Bye. ബാക്കി കാര്യം അടി ഇത്രയും നാളും ഇതാണ് അവിടെ നടന്നതല്ലേ? എന്റെ കൺമുമ്പിൽ വെച്ച് മറ്റൊരു പെണ്ണുമായി എന്താണോ എന്താ കാര്യം? ഇവിടെ എന്താ ഉണ്ടായേ? ഒന്നും അറിയാത്തതുപോലെ. എന്റെ അമ്മേ, എന്ത് ചങ്കൂറ്റം നിങ്ങൾക്ക്! ഇത്രയും വലിയ വൃത്തികേടും കാണിച്ചിട്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ നാണമല്ല മനുഷ്യൻ നിങ്ങൾക്ക്. കിടന്ന് കീറാതെ കാര്യം പറ. എന്റെ വായിൽ എന്നെ പച്ചയ്ക്ക് കേൾക്കണല്ലേ നിങ്ങൾക്ക്? കേൾക്കണം. അത്രയും സംസ്കാരം ഇല്ലാത്ത പെണ്ണുങ്ങളൊന്നും അല്ല ശങ്കരമംഗലത്തത്. നിങ്ങളും ആ പെണ്ണും കൂടി എന്തോന്നായിരുന്നു ചെടിയുടെ ഇടയില്. പെണ്ണോ?
നല്ല കഥയായി. ഞാൻ എന്റെ വടി തപ്പായിരുന്നു. നിങ്ങളുടെ ഒരു വടി ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അയ്യോ, പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന ആള്, ഏത് പെണ്ണ് പോലും. എന്റെ കണ്ണിന് തിമിരൊന്നും ബാധിച്ചിട്ടില്ല. ഞാനിതൊക്കെ കുറെ നാളായി കാണാൻ തുടങ്ങിട്ട്. എന്റെ തലവട്ട കണ്ടാ മതി, ആ പെണ്ണിറങ്ങി ഓടാൻ തുടങ്ങും. അനാവശ്യം പറയരുത്. കാണിക്കാം, പറയരുതല്ലേ. കണക്കായി പോയി. ഇനി അഥവാ കാണിച്ചു തന്നെ വെക്ക. കണക്കായി പോയി. ദേ ഇങ്ങനെ തോന്നിവാസം കാണിക്കാനേ എന്നെ ഇവിടെ വിലക്ക് വാങ്ങിച്ചിട്ടിരിക്കൊന്നുമല്ല. 3 കുട്ടിയാനെ പുറത്ത് നിറച്ചു സ്വർണ്ണമായിട്ടാ ഞാനിവിടെ വന്നത്. അതും പലിശയും കണക്ക് തീർത്ത് തന്നിട്ട് തോന്നിവാസം കാണിച്ചോ? അതുവരെ പറ്റില്ല. ആശാനെ, ആശാൻ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ആയാലോ? വേണ്ട, അല്ലേലും ഈ പെമ്പിള്ളേരിങ്ങനെയാ. ഞാൻ കാലണയ്ക്ക് പാടുന്നവനല്ലേ, എന്നെ സ്നേഹിച്ച മാനക്കേടല്ലേ. ആശാൻ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? സംഗതിയുടെ കിടപ്പ് ഞാൻ ഒന്ന് ആലോചിച്ചപ്പോ കാണുന്നത് അവക്ക് ആശാനോട് സ്നേഹം ഉണ്ടെന്ന. പക്ഷെ അവൾ വെളിയിൽ കാണിക്കത്തില്ല. പിന്നെ അതെന്തോന്ന് സ്നേഹം? കുന്തം പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആശാ ഒരു കാര്യം ചെയ്യും, വേറെ ആരെയും പ്രേമിക്കും. ആടിച്ചതിന്റെ പല്ല് തെറിപ്പിക്കും. ഒന്ന് പറഞ്ഞു തീരട്ടെ ആശാനെ. അതിനിടെ തോക്കിനകത്തൊരു വെടിവെക്കാ. ആശാൻ വേറെ ആരെങ്കിലും പ്രേമിക്കുന്ന അഭിനയി. അപ്പം അവൾക്ക് ആശാനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവളെ ഒരു ഉടക്കും. അത് ശരിയാ. അതാ പറഞ്ഞ മുഴുവൻ കേൾക്കണമെന്ന്. നമ്മള് പിന്നെ ഈ പ്രായം കഴിഞ്ഞാണല്ലോ ഇങ്ങോട്ട് വന്നത്. നീ ആള് കുരുമുളകാണല്ലോടെ. അത് കളാ, കളരി കുറെ കളിച്ചതാ. പിന്നെ ഒന്നും വെറുതെ അല്ല, ചെലവുണ്ട്. ഗോപു, ഗോപു, എന്റെ അമ്മ വന്നിട്ടുണ്ട്. എന്നെ ഇവിടെ കണ്ടാൽ എല്ലാം കുഴപ്പമാകും. ഞാൻ തയ്യൽ ക്ലാസ്സിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. സാരമില്ല, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. രേവതി വിടുന്നോളൂ. ഹലോ ഹലോ, പുതിയ ഇംഗ്ലീഷ് റെക്കോർഡ്സ് ഒന്നും വന്നില്ലേ? ഒന്നും വന്നിട്ടില്ല. ഒരാഴ്ചക്കകം വരും. ഞാൻ വീട്ടിലേക്ക് കൊടുത്തേക്കാം. താങ്ക് യു വെരി മച്ച്. മറക്കില്ലല്ലോ? ഇല്ല. പുതിയത് ഏത് വന്നാലും ആദ്യം എനിക്ക് തരണം. ശരി, ഞാൻ ഏറ്റു. എനിക്ക് ഈ ഇംഗ്ലീഷ് പാട്ട് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കൊച്ചിലെ ശീലിച്ചു പോയതാ. തീർച്ചയായിട്ടും കൊടുത്തയക്കണം. പിന്നെ നമ്മുടെ റെക്കോർഡ് പ്ലെയറിന്റെ കാര്യം എന്തായി? അതും ഞാൻ ഉടനെ കൊടുത്തേക്കാം. മറക്കരുത്, തീർച്ചയായിട്ടും കൊടുത്തയക്കണം. വരട്ടെ. പോയോ? പോയോ? പോയി. എനിക്ക് അല്പം നേരത്തെ പോണം ഗോപു. എന്താ കാര്യം? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. റിയലി? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. പാർട്ടിക്ക് എനിക്ക് ക്ഷണമൊന്നുമില്ലേ? അത്രയ്ക്ക് വലിയ പാർട്ടിയൊന്നും ഇല്ല. പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോണം. കം, ഷാൽ വി ഗോ? അല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കേ, കാരി ഓൺ. ഈ ബർത്ത്ഡേക്ക് വിളിച്ചില്ലേലും പോകാൻ ഒരു ആവശ്യം എനിക്കില്ലേ? പോയി കളയാന്നേ ക്ഷണിക്കാത്തൊരു അതിയായിട്ട്. അതിനുള്ള തൊലിക്കെട്ടി ഗോപാലകൃഷ്ണനുണ്ട്. വരും. ഗോപാലകൃഷ്ണൻ വന്നിരിക്കും. Briskly off his hips, once with the there you see that's just the 3 men on the onside. The rest are slips, gully, mid of cover point and extra cover. Just those 3 men. A very risky and a very ill-conceived shot. As it happened, they were safe over covers. തല്ലിപ്പൊളി കളി ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മളെ നാണം പന്തോ മറ്റായിരുന്നെങ്കിൽ കാണാൻ എന്ത് രസമായിരുന്നേനെ. അറിഞ്ഞുകൂടെങ്കിലും വെറുതെ കണ്ടുകൊണ്ടിരിക്കണം ചേച്ചി. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ക്രിക്കറ്റ് കാണുന്ന ഒരു ഫാഷനാ. വലിയ സിനിമാ നടികളുടെ വീട്ടിലെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന ക്രിക്കറ്റുകാരാ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നാളെ എന്റെ ബർത്ത്ഡേയാ. അതെയോ? വലിയ പാർട്ടി കൊടുത്ത് ആഘോഷിക്കണ്ടേ? കൊള്ളാം, തീർച്ചയായിട്ടും വേണം. ഇപ്പൊ ഈ നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ ചേച്ചി. വിത്ത് ലവ് ടു രേവതി. ഇത്ര മതി. അവള് തലയും കുത്തി വീഴും. തള്ളെ ഒരല്പം സോപ്പിടണം. പിന്നെ ഈ ഗോപാലകൃഷ്ണൻ രാമുണ്ണി മേനോന്റെ ഏക മരുമകൻ.
അല്ല ആരാത്? രേവതിയുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു. എന്റെ വക ഒരു സമ്മാനം, ക്ഷണിച്ചില്ലെങ്കിലും. അയ്യോ അങ്ങനെ വിചാരിക്കരുത്. ഒന്നാമത് ഇന്നല്ലേ ബർത്ത്ഡേ, നാളെയാ. സാരല്ല, മുൻകൂറായി ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. ആട്ടെ, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നവരല്ലേ. അതെ 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 അതെ. മാത്രമല്ല ഇപ്പൊ ഞാൻ ലേഡീസ് ക്ലബിന്റെ സെക്രട്ടറിയാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് നടന്നാലും എല്ലാരും അറിയും. ക്ലബിന് ഇത്രേ സുന്ദരിയായ ഒരു സ്ത്രീയെ ഇന്ന് വരെ സെക്രട്ടറിയെ കിട്ടിയിട്ടില്ല. രേവതിക്ക് പൂക്കൾ ഇഷ്ടമാണോ? ആ ഇഷ്ടമാണ്. എനിക്കറിയാം. ഞാൻ പറ. ആഹാ, സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ആ. ഞാൻ പോവാ. ഉം. ഒരു പൂവാലൻ സ്റ്റൈലിൽ പൂവും കൊണ്ടാണുള്ള വരവ്. അവന്റെ ഒരു പഞ്ചാര തൊലി. എന്റെ ഊഹം ശരിയാവുണ്ട്. എടുത്തോളാം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നല്ല ആളാ. ഇന്നലെ ബർത്ത്ഡേ എന്ന് കള്ളം പറഞ്ഞല്ലേ? ശരിക്കും ഇന്നലെ ബർത്ത്ഡേ. ആര് പറഞ്ഞു? ഞാൻ വീട്ടിൽ വന്നിരുന്നു. അമ്മ പറഞ്ഞു എന്നെ പാർട്ടി ക്ഷണിച്ചിട്ടുണ്ട്. റിയലി? യെസ്. ഞാൻ കൊണ്ടുവന്ന പൂക്കൾ കിട്ടിയില്ലേ? പൂക്കളോ? അമ്മയുടെ കൈ കൊടുത്തിരുന്നല്ലോ. ഓ പൂക്കൾ. ഫ്ലവേഴ്സ് കിട്ടി കിട്ടി. അതിൽ എന്താ എഴുതിയിരുന്നെന്ന് വായിച്ചോ? ഞാൻ വായിച്ചു. എന്നാ പറയൂ, എന്താ എഴുതിയിരുന്നു? അത് പറയാൻ നാണാണല്ലേ? ടു രേവതി വിത്ത് ലവ്, ഗോപാലകൃഷ്ണൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. രക്ഷപ്പെട്ടു. കേക്ക് മുറിക്കും മുമ്പെങ്ങാനും വന്നിരുന്നെങ്കിൽ എല്ലാം തുലഞ്ഞേനെ. ഹലോ. ഹലോ ഗോപു, വരൂ, അകത്തേക്ക് പൊയ്ക്കോളൂ. എന്താ എവിടെ ഇരിക്കുന്നത്? ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഗോപു അകത്തേക്ക് പൊയ്ക്കോളൂ. ശരി, അകത്തേക്ക്. അയ്യോ, അച്ഛൻ. ഇവനാ എന്നെ കണ്ട് ഒളിച്ചതാണ് അവൻ. അപ്പൊ ഞാൻ വിചാരിച്ചത് ശരിയാണ്. ഇവനും അവളും തമ്മില്